പിണറായി വിജയന്റെ വീട്ടിലെ കേന്ദ്ര ഏജൻസിയുടെ പരിശോധനയിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിനെ വിമർശിക്കില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയിൽ സംസ്ഥാന സർക്കാരിന് റോളില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റെയ്ഡ് നടത്തിയത് ഹൈക്കോടതി അനുമതി പ്രകാരമെന്നും ഇ.ഡി. അന്വേഷണത്തെ സംസ്ഥാന സർക്കാരിന് എതിർക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് പിന്നാലെയാണ് ഇ.ഡി. പരിശോധന നടന്നതെന്ന പ്രതിപക്ഷ ആരോപണം പരിഹസിച്ച് തള്ളി മുഖ്യമന്ത്രി. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇ.ഡിയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. റെയ്ഡിനെ കുറിച്ച് പ്രതികരിക്കാൻ വൈകിയതിന് വിശദീകരണവുമായി മുഖ്യമന്ത്രി. എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തരണമെന്നും ഒളിച്ചോടുന്ന ആളല്ല താനെന്ന് മുഖ്യമന്ത്രി. തുടർച്ചയായി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചതിനും വിമർശനം. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനിബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. സമയത്ത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? CMRL നിന്ന് കോൺഗ്രസ് പണം വാങ്ങിയെന്ന് സമ്മതിച്ച വി ഡി സതീശൻ, വ്യവസായികളിൽ നിന്ന് എല്ലാ പാർട്ടികളും പണം വാങ്ങാറുണ്ട്, എന്നാൽ ഇവിടെ കേസ് കള്ളപ്പണ വെളുപ്പിച്ചതിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് CPIM ഓഫീസിൽ കയറാത്തത് പോലീസിന്റെ ബുദ്ധിപരമായ നീക്കമാണെന്നും ഇ.ഡി. സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CMRLൻ്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്. അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു ചേരുന്നുണ്ട്. അനു, അങ്ങനെ 3 ദിവസത്തെ മൗനത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി തൃപ്തികരമാണോ? എങ്ങനെ വിലയിരുത്താം ഇതിനെ? സോന, തികച്ചും തൃപ്തികരമെന്ന് നമുക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വാക്കുകളെ കാണാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലേക്കുള്ള ഇ.ഡിയുടെ വരവിനെ ഏത് തരത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറയുന്നില്ല. പകരം അത് കോടതി നിർദ്ദേശിച്ചതാണെന്ന് പറഞ്ഞൊഴിയുകയാണ്. കാരണം നമുക്കറിയാം, നമുക്ക് AICCയുടെ സമുന്നത നേതാക്കളായ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വീടുകളിൽ അന്ന് ഇ.ഡി റെയ്ഡ് നടത്തിയപ്പോൾ CPIM അന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അത് പാടില്ലായിരുന്നു എന്ന് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വി ഡി സതീശൻ പോകുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിപരമായ സംഭവമായിട്ട് കാണണ്ട, കോടതി പറഞ്ഞതിന് ശേഷം കോടതിയുടെ മേൽനോട്ടത്തോടു കൂടി നടത്തിയ ഒരു പരിശോധനയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഇത് എത്രമാത്രം പൊളിറ്റിക്കലി ശരിയാണ് എന്നുള്ളത് സ്വാഭാവികമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJP സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ അതിൻ്റെ ഇ.ഡി ഉപയോഗിച്ചുള്ള അവരുടെ ഒരു അജണ്ട നടപ്പിലാക്കുമ്പോൾ അതിനെ ദേശീയ തലത്തിൽ ആകമാനം, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന CPIM ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ പാർട്ടി ആയിക്കോട്ടെ, മമതാ ബാനർജിയുടെ പാർട്ടി ആയിക്കോട്ടെ, എല്ലാവരും ഈ പ്രതിപക്ഷ പാർട്ടികളെ ആക്രമിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള പറയുന്ന DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട് അല്ല വി ഡി സതീശൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തിയ ഒരു പരിശോധനയാണ്. അത് തടയാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ.
അതായത് ഇ ഡിയുടെ ഏതെങ്കിലും ഒരു കോമ്പറ്റന്റ് അതോറിറ്റി അല്ല സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ 3 ദിവസം 12 തവണയാണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചു. പക്ഷേ അദ്ദേഹം മിണ്ടിയില്ല. അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും താൻ ഈ പറയുന്ന പോകുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത്രയും ചാനലുകാർക്ക് ഇത്രയും യൂണിറ്റ് ഉണ്ടോ, അത് ക്യാമറയും മറ്റ് സംവിധാനങ്ങളും ഉണ്ടോ എന്നുള്ള മറുചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല ഈ പറയുന്ന ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള റെയ്ഡ് എന്ന് ചോദിച്ചപ്പോൾ അതൊരു പരിഹാസ രൂപേണുള്ള മറുപടി. അതായത് വി ഡി സതീശനായി താൻ ഇങ്ങനെ പോയി കാണുന്നു, അതിനുശേഷം പിണറായി വിജയൻ്റെ വീടുകളിലൊക്കെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നടക്കം ഒരു പരിഹാസ രൂപേണുള്ള മറുപടി പറഞ്ഞ് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല മറ്റു ചില വിഷയങ്ങളിലെ കൂടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടായി. ഒന്ന്, ഈ വന്ദേ മാതരം പാടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് ഈ പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്, അത് നിയമപരമായിട്ട് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ വരികൾ മാത്രം വായിച്ച് അല്ലെങ്കിൽ പാടി വിട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. മാത്രമല്ല ഇനി ഉണ്ടാകുന്ന ബഡ്ജറ്റിൽ വലിയ വിസ്മയങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടെ ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. സ്വര അതുപോലെ തന്നെ ഇതിൽ പിണറായി വിജയന്റെ പ്രതികരണത്തിൽ അടക്കം അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഇ ഡി റെയ്ഡിൽ അദ്ദേഹം BJP-യെ വിമർശിച്ചില്ല, പകരം രാഹുൽ ഗാന്ധിയാണ് വിമർശിച്ചതെന്നും. തീർച്ചയായും. അതായത് ഈ ഇ ഡി റെയ്ഡിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താത്തത്, എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയെ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിനെ പോലും കുറ്റപ്പെടുത്താൻ BJP-യെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ രാഹുൽ ഗാന്ധിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കുറ്റവിചാരണ നീളുന്നത് എന്നുള്ള ചോദ്യം കൂടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയും എന്ന നിലയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ ഈ വിഷയം അങ്ങനെ അല്ല. ഇത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് കോടതിയുടെ അനുമതിയോടുകൂടി നടന്ന ഒരു ഇടപെടൽ, അതിനകത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരി, അങ്ങനെ 3 ദിവസത്തെ മൗനത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. BS അനുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.